എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അതായത് ജൂൺ 27 പ്രസിദ്ധീകരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് admissions.uc.ac.in/admission എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ ആയിരിക്കും വിദ്യാർത്ഥികളുടെ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admissions.uc.ac.in/admission എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. FIUGP 2025-26 സെക്കൻഡ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ലിങ്ക് കാണാൻ പറ്റുന്നതാണ്. നിലവിൽ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ വി വിൽ ബി ബാക്ക് സൂൺ എന്നാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ കാണാൻ പറ്റുക. അതായത് ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഒന്നും നിലവിൽ ഇപ്പോൾ കാണില്ല. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കാം. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഓപ്ഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ക്യാപ്പ് ID അതുപോലെ തന്നെ സെക്യൂരിറ്റി കീ അതുപോലെ തന്നെ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ക്യാപ്പ് IDയും സെക്യൂരിറ്റിയും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അഥവാ നിങ്ങൾ ക്യാപ്പ് IDയും സെക്യൂരിറ്റിക്കും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് താഴെയായിട്ട് തന്നെ ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് ഓപ്ഷൻ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ക്ലിക്ക് ഹിയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ IDയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും അത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്ത് ഇമെയിൽ IDയും മൊബൈൽ നമ്പറും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഇമെയിൽ IDയിലേക്കും അതുപോലെ തന്നെ ആ ഒരു മൊബൈൽ നമ്പറിലേക്കും നിങ്ങൾക്ക് ഈ ഒരു SMS ആയിട്ടും അതുപോലെ തന്നെ മെയിലായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ സെക്യൂരിറ്റിക്കും ക്യാപ്പ് IDയും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആയിരിക്കും. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ക്യാപ്പ് IDയും സെക്യൂരിറ്റിക്കും വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിവ്യൂ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ ഉള്ള ആ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ എവിടെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അലോട്ടഡ് കോളേജ് അതുപോലെ തന്നെ അലോട്ടഡ് കോഴ്സ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്നാണ് കാണാൻ പറ്റുക. അതായത് ഇത്തവണ നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് പുതുതായിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടാത്തവർക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഇല്ല എന്നാണ് അതിൽ പറയുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അത് പുതുതായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ, അതായത് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, നിങ്ങൾക്ക് നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടി മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതേസമയം വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി ഈ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ, അതായത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ആയിട്ടാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മാൻഡേറ്ററി ഫീ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ അവിടെ ക്ലിക്ക് ഹിയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേജിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI വെച്ച് പേയ്മെൻറ്റ് ചെയ്യാം. UPI കുറച്ച് പരാജയ സാധ്യത ഉണ്ടാവും എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില വിദ്യാർത്ഥികൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പേയ്മെൻറ്റ് ഫെയിൽഡ് ആവുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ UPI ഉപയോഗിക്കുമ്പോൾ പേയ്മെൻറ്റ് ഫെയിൽഡ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത വിദ്യാർത്ഥികൾ അക്ഷയയിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അവർ നെറ്റ് ബാങ്കിങ് മുഖേന അവരുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് നടത്തുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 145 രൂപയും ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് 575 രൂപയുമാണ് ഫീസ് വരിക. അപ്പോൾ ആ ഒരു പൈസയാണ് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് വരിക. അതുപോലെ തന്നെ OBC അല്ല, അതായത് OBHC അതുപോലെ OEC ഇതുപോലെ വിവിധ വിഭാഗങ്ങൾക്ക് 145 രൂപ മാത്രമാണ് ഫീസ് വരുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഏത് വിഭാഗത്തിൽ അത് നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യമുണ്ടോ എന്നതനുസരിച്ചിട്ടാണ് ആ ഒരു രീതിയിൽ ഫീസ് വരുന്നത്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫീ പേയ്മെൻറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആ ഒരു പേജ് കൃത്യമായിട്ട് നോക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ ഒരു പേജിൽ തന്നെ ചലാൻ റെസിപ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ചലാൻ റെസിപ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പിന്നീട് അവിടെ മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് വന്നാൽ മാത്രമാണ് നിങ്ങളുടെ ആ ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി, അത് സക്സസ്ഫുൾ ആയി എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള ആ ഒരു കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് വരുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റിൻ്റെ ആ ഒരു പേജിലായിരിക്കും ചിലപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ വരിക. അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ശേഷം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈൽ തന്നെ ചിലപ്പോൾ ഇതേപോലെ മറ്റൊരു ലിങ്ക് ആയിട്ടായിരിക്കും, അതായത് അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ള രീതിയിൽ മറ്റൊരു ലിങ്ക് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളതിന് തെളിവായിട്ട് നിങ്ങൾക്ക് +1 അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അലോട്ട്മെൻറ്റ് മെമ്മോ. അപ്പോൾ ഇത് ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പുതുതായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുക. അതായത് ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയ ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആ ഒരു ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ അത് ആ ഒരു ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 2 കോപ്പി എക്സ്ട്രാ എടുത്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് ഭാവിയിൽ വല്ല സ്കോളർഷിപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ പിന്നീട് പ്രൊഫൈലിൽ വീണ്ടും ലഭ്യമാവുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരു എക്സ്ട്രാ ഒരു 2 കോപ്പി എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. കാരണം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ചിലപ്പോൾ വേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കോപ്പി ഒന്ന് കോളേജിലേക്ക് വേണ്ടിയിട്ടും ഒരു 2 എക്സ്ട്രാ നിങ്ങളുടെ കയ്യിൽ ഭാവി ആവശ്യങ്ങൾക്കായിട്ടും എടുത്തു വെക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടി, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പരിശോധിച്ചു, അതുപോലെ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യാത്തവർ ആ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഓൾറെഡി മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച് മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിക്കും അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിനായിട്ട് സെപ്പറേറ്റ് ലിങ്ക് സാധാരണ വെബ്സൈറ്റിൽ വരാറുണ്ട്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടി അത് ഡൗൺലോഡ് ചെയ്തു, അതിൻ്റെ കോപ്പിയും എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കോളേജിൽ എന്ന് മുതലാണ് ജോയിൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 27-ാം തീയതി, അത് നാളെയാണ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജൂൺ 27-ാം തീയതിക്ക് ശേഷം അത് ജൂൺ 28-ാം തീയതി മുതൽ ജൂലൈ 2-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആ ഒരു സമയത്തിനുള്ളിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയുമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. അത് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 1ാമത്തെ ഓപ്ഷൻ കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേകിച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥി ആയിരുന്നുവെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇനി ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ പരിഗണിക്കും. 1ാമത്തെ ഓപ്ഷനാണെങ്കിൽ പ്രത്യേകിച്ച് ഹയർ ഓപ്ഷൻസ് ഒന്നും ഇല്ല, ഇതിന് മുകളിൽ 0 ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2ാമത്തെ 3ാമത്തെ ഇപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അവിടെ നിങ്ങൾ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഹയർ ഓപ്ഷൻസ് ഒന്നും നിലനിർത്തിയിട്ടില്ല, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 5ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. എന്നാൽ ഈ ഒരു ഹയർ ഓപ്ഷൻസ് ഒക്കെ നിലനിർത്തി, അത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് കിട്ടിയത് അതിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തി. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത സമയത്ത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു കോളേജാണ് കാണുന്നത്, പുതിയ കോഴ്സാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുതുതായിട്ട് കിട്ടിയ കോളേജ് ഏതാണോ അവിടേക്ക് നിങ്ങളുടെ അഡ്മിഷൻ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം കിട്ടിയ സീറ്റ് അവിടെ പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആദ്യം കിട്ടിയ സീറ്റ് പോയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതിനായിട്ടുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ പ്രൊഫൈലിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്നാൽ ഹയർ ഓപ്ഷൻ നിലനിർത്തി, എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു പുതുതായിട്ട് എവിടെയും കിട്ടാത്തത് കാരണം തന്നെ ഫസ്റ്റ് കിട്ടിയ ആ ഒരു സീറ്റിൽ തന്നെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചു, എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ ആദ്യം ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ല, ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അത് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതിൽ നിങ്ങളുടെ ബർത്ത് ഡീറ്റെയിൽസ് ഉണ്ടാവും, അതായത് ജനന സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ തന്നെ നിങ്ങൾ ജനിച്ച സ്ഥലമുണ്ടാവും, അതുപോലെ തന്നെ ജനിച്ച ദിവസം ഉണ്ടാവും. ഇതൊക്കെ SSLC സർട്ടിഫിക്കറ്റിൽ സാധാരണയിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ +2 സർട്ടിഫിക്കറ്റ്, അത് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഡിജി ലോക്കറിൽ നിന്ന് കിട്ടുന്ന നിങ്ങളുടെ ആ ഒരു +2ൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട്, അത് +2 സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കറിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു കോപ്പി എടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് നോക്കിയ സമയത്ത് കിട്ടിയ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി. അത് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിലവിൽ +2 സർട്ടിഫിക്കറ്റ് വിതരണം സാധാരണ സ്കൂളുകളിൽ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂളിൽ നിന്ന് പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ആദ്യം അഡ്മിഷനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത്, അതായത് അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫീ പേയ്മെൻറ്റ്, അത് ചലാൻ വഴിയോ അല്ലെങ്കിൽ ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ടൊക്കെ അടുത്ത സമയത്ത് റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ റെസിപ്റ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു റെസിപ്റ്റ്, അതുപോലെ തന്നെ
അത് മാൻഡറ്ററി ഫീ പേയ്മെൻറ്റിൻ്റെ ആ റെസിപ്റ്റ്, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, +2 തുല്യതയാണെങ്കിൽ ആ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോണസ് പോയിൻറ്റ് വെയിറ്റേജ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങൾ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങൾ SC/BC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ വേറെ എന്തെങ്കിലും റിസർവേഷൻ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആ റിസർവേഷൻ ഡോക്യുമെൻസുകൾ എന്നിവയാണ് അഡ്മിഷൻ സമയത്ത് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻസുകൾ മാത്രമാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത്. അത് നിങ്ങൾ അപേക്ഷയിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡോക്യുമെൻസും, അതുപോലെ തന്നെ ഇതിനോടൊപ്പം TC വേണം, സ്വഭാവ സർട്ടിഫിക്കറ്റും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് അഡ്മിഷനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോളേജിൽ എത്ര രൂപയാണ് ഫീസ് വരിക എന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ മാൻഡറ്ററി ഫീസ് അടക്കുന്നത് അത് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഫീസാണ്. കോളേജിൽ അടക്കേണ്ടത് സെപ്പറേറ്റ് ഫീസാണ്. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ചെറിയ ഫീസായിരിക്കും, എയ്ഡഡ് കോളേജ് ആണെങ്കിൽ അതിലും കുറച്ച് കൂടുതൽ ഫീസ് ഉണ്ടാവും, സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ അതിൽ കൂടുതൽ ഫീസ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കോളേജിൽ എത്ര രൂപയാണ് ഫീസ് വരുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ഓരോ കോഴ്സ് അനുസരിച്ചും ഫീസിൽ വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.